ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സദ്യ സ്റ്റൈലിൽ ഒരു കുറുക്ക് കാളുന്ന റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പിയാണ്. സദ്യക്കൊക്കെ മെയിനായിട്ടൊരു ഐറ്റമാണ് കുറുക്ക് കാളൻ. അപ്പോൾ ഇത് തൃശ്ശൂർ സ്പെഷ്യൽ കുറുക്ക് കാളനാണ്. അതിനായിട്ട് ഞാനിവിടെ ചേനയും കായും ഒക്കെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചേനയും കായും നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ഉരുളിയിലേക്ക് നമുക്ക് ഈ ചേനയും കായും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഏത്തക്ക എടുക്കുമ്പം തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേവിച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ സെയിം രീതിയിൽ തന്നെ നമുക്ക് കുക്കറിലും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കിത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 20 മിനിറ്റാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ചേനയും കായും നന്നായിട്ട് കുക്കായി കിട്ടണം. അപ്പോൾ ഇതുപോലെ ചേനയും കായും നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ വിസ്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മിക്സഡ് ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താലും മതിയാകും. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് കൈവിടാതെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഈ തൈര് പിരിഞ്ഞു പോകും. ഈ തൈര് നന്നായിട്ട് തിളച്ച് കുറുകി വരണം, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ കൈവിടാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തൈര് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് പിരിയാതെ ഒക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് തൈര് കുറുകി വന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ തൈര് നന്നായിട്ട് കുറുകി വന്ന ശേഷം വേണം ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ തൈര് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ അരപ്പ് ചേർക്കാം. തേങ്ങ ചേർക്കിയതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് നമുക്ക് ഈ കുറുക്കിയെടുത്തിരിക്കുന്ന തൈരിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് അരപ്പിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അരപ്പിൻ്റെ റോ ടേസ്റ്റ് മാറിയില്ലെങ്കിൽ കറി കേടാകാനും കറിയുടെ ടേസ്റ്റ് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ അരപ്പിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം കറക്റ്റായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇതിരിക്കും തോറും കുറച്ചുകൂടെ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് താളിച്ച് ഒഴിക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയുമാണ് താളിച്ച് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇത് കുറച്ച് നേരം അടച്ച് വെക്കണം. അപ്പോൾ അടച്ച് വെക്കുമ്പോൾ ആ താളിച്ചതിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഞാനൊരു 30 മിനിറ്റിന് ശേഷമാണ് ഇവിടെ ഓപ്പൺ ചെയ്തെടുക്കുന്നത്. കറി കുറച്ചുകൂടെ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിരിക്കും തോറും നന്നായിട്ട് കുറുകി വരും. തലേദിവസം ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് തിക്കായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഓണസദ്യക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റെസിപ്പി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.